ഏറെ പറയാനില്ല. കൊട്ടിയൂർ പീഡനക്കേസിന്റെ നാൾവഴികൾ അത്ര അപരിചിതമല്ല മലയാളിക്ക്. പക്ഷെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യാൻ പോന്ന, ലോകം പ്രാകൃതരെന്ന് നമ്മളെ പേര് ചൊല്ലി വിളിക്കാൻ പോന്ന നിയമവ്യവഹാരത്തിന് കളമൊരുക്കി വെച്ചു കൊട്ടിയൂരിലെ പീഡകൻ റോബിൻ വടക്കുംചേരി. ഈ രാജ്യത്തെ മുഴുവൻ പെൺകുഞ്ഞുങ്ങളുടെയും അഭിമാനവും അന്തസ്സും ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ മംഗല്യ സൂത്രം പിരിച്ചാണു ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കുമല്ലോ, ആ സൂത്രം പൊട്ടിച്ചെറിഞ്ഞു ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി. ചില ചോദ്യങ്ങളുണ്ട്. വിവാഹം ബലാത്സംഗത്തിന് പരിഹാരമാണോ? വിവാഹിതയാകണമെന്ന ഇരയുടെ വാദം സമ്മർദ്ദമില്ലാതെ തന്നെയോ? അതിനനുവദിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുമോ? നിയമവ്യവഹാരങ്ങളെ മാറ്റി നിർത്തി വിവാഹിതരാകാൻ കഴിയുമോ ഇരുവർക്കും? ഈ വിവാഹം ആ കുഞ്ഞിന് അനിവാര്യമാണോ? ആരാണ് ആ കുഞ്ഞിന് നല്ലതെന്ന് തീരുമാനിക്കേണ്ടത്? ഈ ചർച്ചയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ സൂപ്പർ പ്രൈം ടൈം സ്വാഗതം ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഗ്ലോബൽ ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധി ശ്രീ പി ജോസഫ്, അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്, സിസ്റ്റർ ലൂസി കളപ്പുര, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ആശ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിന് പരിചിതമാണ് ഈ കേസ്. പരിചിതമാണെന്ന് മാത്രമല്ല, നമ്മൾ തല കുനിച്ചു നിന്നു കേട്ടതാണ് ഈ കഥ, ഈ നാണം കെട്ട കഥ. പക്ഷേ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യാൻ പോന്ന, ലോകം നമ്മളെ പരിഹാസത്തോടെ നോക്കിക്കാണേണ്ടുന്ന ഒരു വ്യവഹാരത്തിനോ ഒരു വിധിക്കോ കളമൊരുങ്ങിയിരുന്നു. അത് നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ പരമോന്നത കോടതി, നമ്മുടെ സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്നു കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ അശ്ലീലമാകുമായിരുന്നില്ലേ? തീർച്ചയായും ഇവിടെ വളരെ ക്ലിയറാണ് നേരത്തെ മാധു ഉന്നയിച്ച വേർഡ്. ഒരിക്കലും ഒരു ബലാത്സംഗത്തിന് വിവാഹം പരിഹാരമല്ല. ജസ്റ്റിസ് ബോബ്ഡെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, കാണ്ട് യു മാരി ഹിം എന്നുള്ളൊരു ചോദ്യം, വൈ കാണ്ട് യു മാരി ഹിം. ആ ചോദ്യം തന്നെ നമ്മളെല്ലാം ഞെട്ടിച്ചൊരു ചോദ്യമാണ്. എങ്ങനെ ഒരു സുപ്രീം കോടതി ജഡ്ജിന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധിച്ചു? നോക്കൂ, എത്ര അപഹാസ്യമായിട്ടുള്ളൊരു ചോദ്യമാണത്. വളരെ ഭയത്തോടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിനെ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതേ സുപ്രീം കോടതിയിലാണല്ലോ ഈ മാറ്റർ ഉള്ളതെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും നമുക്കറിയാം, ഒരു പോക്സോ കേസിൽ ഇത്രമേൽ ഈ കോടതിയിൽ ഈ രണ്ട് ജഡ്ജസിന് മുൻപിരുന്ന രണ്ടുപേരും വളരെ ഉത്കണ്ഠാകുലരായി തന്നെ ചോദിച്ചു, ഇങ്ങനെ കേരളത്തിൽ നിന്ന് പ്രീസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, ഫാദർ എന്നാണ് അവരെ വിളിക്കുന്നത്, ആൾക്കാർ എങ്ങനെ ക്രൈമിൽ, ഇത്തരം ഹീനിയസ് ക്രൈമിൽ എങ്ങനെ അവർ ഇൻവോൾവ് ആകുന്നു എന്ന ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിലും മുൻപ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രസിഡൻ്റ് അല്ല, അവർ മുൻപത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ജഡ്ജസിൻ്റെ മനസ്സിലുണ്ടായിരുന്നേക്കാം. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ കോടതി കൃത്യമായി തന്നെ പറഞ്ഞത്, നിങ്ങൾ പ്രതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഈ പെൺകുട്ടി ഒരു കുട്ടിയായിട്ട് തന്നെയാണ് കോടതി കണക്കാക്കേണ്ടത് ശരിക്കും. കാരണം ഈ കുട്ടിയുടെ നേരെ, ഈ 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ നേരെ ക്രൈം നടക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ രക്ഷാകർതൃത്വം ആവശ്യമുള്ളൊരു സമയമാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അത് ചെയ്തിട്ടില്ല. കാരണം കുട്ടിയുടെ അച്ഛൻ കോടതിയിൽ വന്ന് പറഞ്ഞത് ഞാനാണ് റേപ്പ് ചെയ്തത് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതിനൊപ്പം നിന്ന ആളാണ് ആ കുട്ടിയുടെ അമ്മ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി പറഞ്ഞത്, മറ്റേ കുട്ടിയുടെ ജനനം ഒളിപ്പിക്കാൻ ശ്രമിച്ചത്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടുനിന്ന, പ്രതിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന, പ്രതിയുടെ ഒപ്പം ചോദിക്കുന്നത്, ഈ സാഹചര്യങ്ങളെല്ലാം ഇപ്പോഴും ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം സമ്മർദ്ദം ആ കുട്ടിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ആവശ്യം സമ്മർദ്ദരഹിതമാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ കുട്ടിക്കോ ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും തന്നെ ഇത് പറയാൻ കഴിയില്ല. കാരണം അവരുടെ മുൻപത്തെ ആൻറ്റിസിഡൻസ് മുഴുവൻ സൂചിപ്പിക്കുന്നത് അവർ അത്രമേൽ സമ്മർദ്ദത്തിലായിരുന്നു എന്നും, അയാൾ മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞത്, ഞാൻ ഈ സഭയ്ക്ക് വിരുദ്ധമായി എനിക്കൊന്നും പറയാൻ പറ്റില്ല. നോക്കൂ, സഭയ്ക്ക് വിരുദ്ധമായി പറയുകയോ ചെയ്യുകയോ ചെയ്താൽ സഭയുടെ പള്ളിയുടെ വളപ്പിൽ നിങ്ങളെ വയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് വരെ പറയുന്ന ശാസനകൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ഭയപ്പാടുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർ, വിശ്വാസികൾ. ആ വിശ്വാസികളെ ത്രെട്ടൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നും വാക്കുകൾ കൊണ്ട് ത്രെട്ടൻ ചെയ്യേണ്ട കാര്യമില്ല. ഗ്രേറ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് അവിടെ നിൽക്കുന്നത്. അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. ആ അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണ് ഇവരെല്ലാവരും മൊത്തം കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വാക്കുകൊണ്ട് പ്രഷർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. മാത്രമല്ല ഇത്രയും കാലം ഈ വിക്ടിം ആയിട്ടുള്ള കുട്ടി, സർവൈവർ ആയിട്ടുള്ള കുട്ടി എവിടെയാണ് താമസിച്ചിരുന്നത്? ഇതേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടിയെ അതിനപ്പുറത്ത് കടന്ന് ഏറ്റെടുക്കാവുന്ന ഒരു വളർച്ച നമ്മുടെ സിസ്റ്റത്തിനില്ല. നോക്കൂ, ഈ കുഞ്ഞിനെ റേപ്പ് ചെയ്തു എന്ന് ഉറക്കെ പറയുന്ന, കോടതിയിൽ പറയുന്ന ഒരു അച്ഛനോട്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഈ കുഞ്ഞിനെ താമസിപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സിസ്റ്റം എത്ര ഭീകരമാണ്. ഈ 16 വയസ്സുള്ള കുട്ടിയെ അന്ന് മുതലേ ഏറ്റെടുക്കുകയും ആ കുട്ടിക്കുണ്ടായ കുട്ടിയെയും ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്റ്റേറ്റിൻ്റെതായിരുന്നു. അത് ഏറ്റെടുക്കാവുന്നൊരു സംവിധാനം, അങ്ങനത്തെ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള, ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല നമ്മളുടേത്. നിർഭാഗ്യവശാൽ 3-ാം ലോക രാജ്യങ്ങളിൽ പണമില്ല, മറ്റു പല സംവിധാനങ്ങളില്ല എന്നെല്ലാം പറഞ്ഞ് സിസ്റ്റം ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ജുഡീഷ്യറിക്കാണ് ഇവിടെ പാരന്റ് പെറ്റ ജൂറിസ്ഡിക്ഷൻ കിട്ടുന്ന ഒരു സന്ദർഭം. ഇവിടെ യഥാർത്ഥത്തിൽ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്. ഇത് ഏത് കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്? 2 കുഞ്ഞുങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് ഈ വിക്ടിമിനുണ്ടായ കുട്ടിയും ഒന്ന് ഈ വിക്ടിമുമാണ്. അപ്പോൾ വിക്ടിം എന്ന് പറയുന്നത് ഇന്ന് പ്രായപൂർത്തിയായിട്ടുണ്ടാവും. പക്ഷെ ആ വിക്ടിമിൻ്റെ ക്രൈമിനെ ആലോചിക്കുന്ന സമയത്ത് അയാൾക്കാണല്ലോ പരോള്, കുറ്റവാളിക്കാണല്ലോ പരോള്, കുറ്റവാളിക്കാണല്ലോ ശിക്ഷയിൽ ഇളവ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സംഗതി ആലോചിക്കുമ്പോൾ ഈ 2ന്റെയും ഉത്തരവാദിത്തം സ്റ്റേറ്റിൻ്റെതാണ്. 2 കുട്ടികളുടെയും ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. വെൽഫെയർ ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്നത് പേരന്റ്സിന്റെ ലീഗൽ റൈറ്റ് അല്ല. ഇത് വെറും ഒരു വിവാഹ താല്പര്യ ഹർജിയല്ല. ഇത് 2 പേരുടെ വെറും വ്യക്തിപരമായ കാര്യമായി എങ്ങനെയാണ് നമുക്കതിനെ കുറച്ചു കാണാൻ കഴിയുന്നത്? ഈ കേസിനൊരു നാൾവഴിയുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ 2 പേരുടെയും പൊതുജീവിതം അടയാളപ്പെടുത്തപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു ഇര തന്നെ ബലാത്സംഗം ചെയ്ത ആളെ വിവാഹം കഴിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി വരണമെങ്കിൽ എത്രത്തോളം അതിന് തയ്യാറെടുപ്പ് ഉണ്ടാകണമെന്നറിയാമല്ലോ. ആ ആവശ്യം മുൻപ് ഇര ഹൈക്കോടതിയിൽ വെച്ചതും തള്ളിയതുമാണ്. അതിന് തൊട്ടു പിറ്റേ ദിവസം ആ ഹർജി കൊടുക്കുമ്പോൾ തലേ ദിവസത്തെ ഹർജി പ്ലാന്റഡ് ആണ് എന്ന് സ്വാഭാവിക ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പോൾ അത് ഒരു വലിയ പ്ലാനിൻ്റെ ചുറ്റുവട്ടത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് വ്യക്തമാകുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു വിവാഹ താല്പര്യ ഹർജിയായി മാത്രം പരിഗണിക്കാൻ കഴിയുന്നത്? ശ്രീ പി ജോസഫ്, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. ഇതിനൊരു 3 വശങ്ങളായിട്ട് ഞാൻ കാണാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ഇതിനൊരു നിയമവശമുണ്ട്, രണ്ടാമതായിട്ട് ഇതിനൊരു ധാർമ്മിക വശമുണ്ട്, മൂന്നാമതായിട്ട് ഇതിനൊരു മാനുഷിക വശമുണ്ട്. നിയമത്തിൻ്റെ വശത്തിലൂടെ നോക്കുമ്പോൾ പോക്സോ കേസിലെ പ്രതിയാണ് മുൻ വൈദികൻ. ഇപ്പോൾ അദ്ദേഹമായിട്ട് ക്രൈസ്തവ സഭയുമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ശിക്ഷ അനുഭവിക്കാൻ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ ധാർമ്മിക വശത്തേക്ക് വരുമ്പോഴത്തേക്കിന് ആ പെൺകുട്ടി ഇപ്പോൾ പ്രായപൂർത്തിയായ സ്ഥിതിക്ക് അതിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കുന്നു. പ്രായപൂർത്തിയായ ആരെയും നമുക്കിവിടെ തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല. അവർക്ക് വിവാഹം കഴിക്കണമെന്ന് അവർ 2 പേരും തീരുമാനിച്ചാൽ ഒരു നിയമവ്യവസ്ഥയ്ക്കും അതിനെ തടയാനും സാധിക്കത്തില്ല. കാരണം അവരുടെ സ്വന്തമായ തീരുമാനമാണ്. അതിന് രണ്ടാമത്തെ കാര്യം ജാമ്യമോ പരോളാണെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനമാണ്. പരോൾ കിട്ടിയെന്ന് വരാം, ആ സമയത്ത് അത് കാത്തിരുന്നിട്ട് വിവാഹം കഴിച്ചെന്ന് വരാം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു പിതാവ് ഉണ്ടാകുക എന്ന് പറയുന്നത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? അതിനൊരു പിതാവ് വേണ്ടേ? ആ കുട്ടി സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ അതിന് മുമ്പോട്ടുള്ള യാത്രയിൽ ആരാണ് എൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാകുന്നത് തെറ്റാണോ? അപ്പം അതുകൊണ്ട് ആ വശത്തിന് കുഴപ്പമില്ല. മൂന്നാമതായിട്ട് അതിൻ്റെ മാനുഷിക വശം കൂടെ നോക്കണം. തീർച്ചയായും നമുക്ക് മനുഷ്യത്വപരമായ ഒരു നിലപാടാണ് ഇവിടെ ആ പെൺകുട്ടിയോടും ആ കൊച്ചിനോടും വേണ്ടത്.
അവരെ ആര് സംരക്ഷിക്കും? അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? ഇതിനു മുമ്പ് സംസാരിച്ച സിസ്റ്റർ പറഞ്ഞക്ക് ഇവിടെ സ്റ്റേറ്റ് അതിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. അപ്പം തീർച്ചയായും അവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അവർ ഒരു കാലത്ത് ഒരുപക്ഷെ ചെയ്ത ആ സമയത്ത് ചെയ്ത തെറ്റ് അത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്നും ഒരു ജീവിതം എക്കാലവും ആ തെറ്റ് തുടരാതെ അവർക്ക് ആ പങ്കാളിയെ പിന്നീട് അന്ന് തെറ്റ് ചെയ്ത ആ വ്യക്തിയെ വിവാഹം കഴിച്ച് ഒരുപക്ഷെ നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ അവർക്ക് സാധിച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനെ അവിടെ തെറ്റായി കാണേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും അവസാനമായി ഇത് കണക്കുള്ള നിരവധി കാര്യങ്ങൾ നടക്കുന്ന ഈ സമൂഹത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ തോന്നുന്നില്ല. നമുക്കറിയാം ദൈനംദിനമായ നിരവധി ആൾക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാം മാതാമൃതാനന്ദ മഠത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഇവിടെ ചർച്ച ഉണ്ടായില്ല. ഏറ്റവും അവസാനമായ നിരവധി കേസുകൾ, പോക്സോ കേസുകൾ പലവിധ മദ്രസകളോട് ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും ഇവിടെ ചർച്ചകൾക്ക് വരുന്നില്ല. ഇവിടെ നേരത്തെ ശിക്ഷിക്കപ്പെട്ട ഒരു എക്സ് വൈദികൻ അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തപ്പോൾ അതിനൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനമായി ഇതിന് തൊട്ടു മുമ്പത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത് കണക്കുള്ളൊരു കേസിൻ്റെ അകത്ത് പറയുകയുണ്ടായി, ഒരു ബലാത്സംഗ കേസിനകത്ത് നിങ്ങൾ ആ പ്രതിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇതിനു മുമ്പത്തെ സുപ്രീം കോടതി ചോദിച്ചാണ്. അതും ആ വഴിക്ക് പോയി. അതൊന്നും ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത് ഇതിനെയൊന്നും കാലം ആക്കേണ്ട കാര്യമില്ല. ഇതിന്റെ അകത്ത് അത് ആ വഴിക്ക് പോകട്ടെ. അവർ വിവാഹം ചെയ്യുമോ? ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആ കുട്ടിക്ക് ഒരു പിതാവ് ഉണ്ടാകേണ്ടേ എന്നങ്ങ് ചോദിച്ചു. ആരാണ് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് എന്നങ്ങ് ചോദിച്ചു. അതിന്റെ ഉത്തരം റോബിൻ വടക്കുംചേരി എന്നാണെങ്കിൽ തന്നിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത, സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത, കൃത്യമായ താല്പര്യം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത പ്രായപരിധിയിലുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ആ കുട്ടിക്കൊരച്ഛൻ വേണ്ടേ എന്ന് ഈ റോബിൻ വടക്കുംചേരി ചിന്തിച്ചിരുന്നോ? അതിനുശേഷം ആ പെൺകുട്ടിയെയും തള്ളി പറഞ്ഞ് ആ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായതിന് കാരണം അതിൻ്റെ അച്ഛനാണ് എന്ന് പറയിച്ച് അതിനെ സ്വാധീനിച്ച് ആ പെൺകുട്ടിയെ യാതൊരുവിധ സുരക്ഷിതത്വവും സാമൂഹ്യ സുരക്ഷിതവും ഇല്ലാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ DNA പരിശോധന പുറത്തു വന്നപ്പോൾ മാത്രം ആ പിതൃത്വം ഏറ്റെടുത്ത ഒരാളാണോ ഇനി സംരക്ഷണം കൊടുക്കാൻ പോകുന്നത്? അങ്ങനെ സംരക്ഷണ മനോഭാവമുള്ള ഒരാളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തന്നിൽ നിന്ന് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ചിന്ത വിചാരണ വേളയിലോ അല്ലെങ്കിൽ പെട്ടു എന്ന് ഉറപ്പുവരുന്നതിന് തൊട്ടു മുൻപ് വരെയോ അദ്ദേഹത്തിന് ഉണ്ടായില്ല? അദ്ദേഹത്തിന് ഈ പ്രായപരിധിയുടെ ആനുകൂല്യമില്ലല്ലോ ശ്രീ പി ജോസഫ്. ഞാൻ ശ്രീ വടക്കഞ്ചേരിയുടെ അഭിഭാഷകനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. വടക്കഞ്ചേരിയുടെ വക്കാലത്തും എനിക്കില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല അദ്ദേഹത്തിന് വക്കാലത്ത് പിടിക്കാന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു മാനുഷിക വശം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏതെങ്കിലും സമയത്ത് മനുഷ്യന് അവൻ്റെ തെറ്റുകളെപ്പറ്റി മനസ്തപിക്കാനും അതിലൊരു കുറ്റബോധം തോന്നാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. അതായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കുകയും അതിന് പ്രേരണയാകുകയും ചെയ്യുന്നത്. രണ്ടാമതായി ആ പെൺകുട്ടിയും ഒരുപക്ഷെ ചിന്തിച്ച് കാണാം, എൻ്റെ ജീവിതം, മുമ്പോട്ടുള്ള ജീവിതം ഈ പറയുന്നവരാരും തന്നെയും സംരക്ഷിക്കാനില്ലല്ലോ, ഞാൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ഈ കുട്ടിയുമായി എങ്ങനെ ജീവിക്കും? സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി എൻ്റെ കുട്ടിയും ഞാൻ നിൽക്കുന്നു. അപ്പോൾ അതിന് അന്ന് കുറ്റം ചെയ്ത ആ ആൾ തന്നെ വന്ന് പറയുന്നു, ഞാൻ വിവാഹം ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായും അതുകൊണ്ട് ഒരു കുട്ടി ആ കുട്ടിയെ സമ്മതിച്ചായിരിക്കും. അതിന്റെ മാനസിക വശങ്ങളോ അതിന്റെ കൗൺസിലിംഗ് സെക്ഷനിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. ഈ റോബിൻ വടക്കുംചേരി 20 വർഷത്തെ തടവ് അനുഭവിക്കുന്ന ഒരു തടവ് പുള്ളിയല്ലേ? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പെൺകുട്ടിയോട് പറയാൻ സാധിച്ചത് ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന്? അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ കാര്യങ്ങളൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്ത ആളല്ല. ഒരുപക്ഷെ ഇതിനൊക്കെ ആരെങ്കിലും പോയി കണ്ടിരിക്കാം, ഇടയ്ക്ക് ജയിലിൽ പോയി സന്ദർശിച്ചിരിക്കാം, ഈ വക സംസാരങ്ങൾ നടത്തി കാണാമായിരിക്കാം. ആ കാര്യങ്ങളെപ്പറ്റി നിങ്ങളൊരു ജേർണലിസ്റ്റ് നിലയ്ക്ക് അന്വേഷിക്കുക, അതെന്താന്ന് കണ്ടെത്തുക. അതുകൊണ്ടാണ് ശ്രീ പി ജോസഫ് വലിയ സമ്മർദ്ദമുണ്ടെന്ന്. ഈ ജയിലിൽ നിന്നും ആ കുട്ടിയുടെ അടുത്തേക്ക് ആശയവിനിമയം നടത്താനും അവരെ സമ്മർദ്ദത്തിലാക്കാനും ഒക്കെ ഇപ്പോഴും പുറത്തൊരു വലിയ സംവിധാനമുണ്ട്. അതുകൊണ്ട് സമ്മർദ്ദത്തിന് അതീതമായി അല്ല, സ്വയ ഇഷ്ടപ്രകാരമല്ല ഇങ്ങനെ ഒരു ഹർജിയുമായ പെൺകുട്ടി ചെന്നത് എന്ന ആശങ്കയൊക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. പിന്നെ അങ്ങേക്ക് ആ വക്കാലത്തില്ലെങ്കിൽ എന്തിന് അങ്ങ് ഈ ന്യായീകരണവുമായി വരണം?
മനുഷ്യന് തിരുത്താൻ കഴിയില്ല എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരുത്താനായിരുന്നെങ്കിൽ ന്യായീകരണമല്ല. ആ കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് ആര് മുന്നോട്ട് വരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. മറ്റാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് മാത്രം നോക്കിയാൽ മതി. ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ഈ പറയുന്ന സ്ത്രീക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അവർ തയ്യാറാണോ എന്നുകൂടെ നോക്കുക. അഡ്വക്കേറ്റ് ആശ, അങ്ങനെ സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ആ വേട്ടക്കാരൻ തന്നെ ഇരയ്ക്ക് താവളം ഒരുക്കണോ, അല്ലെങ്കിൽ സങ്കേതം ഒരുക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തയ്യാറാണ് ആ കുട്ടിയുടെയും സംരക്ഷണം വ്യക്തിപരമായി ഞാനും തയ്യാറാണ്. അഡ്വക്കേറ്റ് ആശ, കേൾക്കാമോ? സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്, സമ്മർദ്ദത്തിന് അതീതമായല്ല ആ പെൺകുട്ടി ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ സുപ്രീം കോടതിയിലേക്ക് എത്തിയത് എന്ന ആശങ്ക നിരവധി പേർ പങ്കുവെക്കുന്നു. അങ്ങനെ ഒരു ആശങ്ക ഞങ്ങളും പങ്കുവെക്കുന്നു. അതിന് കാരണമുണ്ട്. അതായത് സ്വമേധയാ അല്ലെങ്കിൽ സ്വയിഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ ബന്ധമുണ്ടായത് എന്ന ഹൈക്കോടതിയിൽ മുതൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ച ഹർജിയിലും പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടായത്. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ തുടർ പഠനത്തിന് ആവശ്യമായ രേഖകൾക്ക് വേണ്ടി അച്ഛൻ ആരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ അനുവദിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിന് വിടുതൽ നൽകണം. ഇതൊക്കെയാണ് ആ ഹർജിയിലെ ആവശ്യം. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ഒരു നിലയിലേക്ക് ആ പെൺകുട്ടി എത്തിയതെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? മാധുവിന് കേൾക്കുന്നില്ല. തീർച്ചയായും ഇത് സമ്മർദ്ദം കൊണ്ടല്ല സംഭവിച്ചത് എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ പല വിധിന്യായങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ 2 വിധിന്യായങ്ങളുണ്ട്. ഒന്ന് ചിമ്പു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 2014, അതുപോലെ തന്നെ മദൻലാൽ കേസ്. ഈ 2 കേസുകളിലും വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇരയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു ആംഗിളിലേക്ക് കോടതികൾ എത്തിച്ചേരുമ്പോൾ അത് തീർച്ചയായും ഇരയുടെ മേലെ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുവാനുള്ള ഒരു അവസരം. അതോടൊപ്പം തന്നെ ഇര ഇത്രയും നാളും അനുഭവിച്ച മാനസികമായ ആ ഒരു പിരിമുറുക്കം, ഈ 2 കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളില്, അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കേസിൽ, അതായത് ഷിംപു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയില് സെന്റൻസ് അല്ലെങ്കിൽ ശിക്ഷ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇര വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന പ്രൊപ്പോസിഷനുമായി എത്തിയത്. അപ്പോൾ അതിനെ വ്യക്തമായി അനലൈസ് ചെയ്തിട്ട് സുപ്രീം കോടതി പറഞ്ഞത്, ഇത്തരമുള്ള സമ്മർദ്ദത്തിന് വിധേയയായി നൽകുന്ന ഇങ്ങനെയുള്ള സമ്മതത്തെ ഒരിക്കലും ഒരു കോടതിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഈ കേസിൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, ഏറ്റവും നീചമായ ഒരു കാര്യം നടന്ന സംഭവമാണ് ഈ കേസ്. സ്വന്തം അച്ഛനെ കൊണ്ട് വരെ ആ കുട്ടിയുടെ ഗർഭം ഏറ്റെടുപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായി. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അവരെ, അതുപോലെ തന്നെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ആ കുട്ടിയുടെ വീട്ടുകാരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സഭയെ എങ്ങനെയാണ് നമ്മൾ നാണം കെടുത്തുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ അവരുടെ അന്ധമായ സഭയോടുള്ള ആരാധനയും അതോടൊപ്പം ഭയവും, അതായത് അവരൊക്കെ ഉന്നതന്മാരാണ്, അവർക്കെതിരെ മല്ലിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അത് മെയിൻ ആയിട്ടും 2 കാര്യങ്ങളാണ്. ഈ കുട്ടിക്ക് ഒരു അച്ഛൻ എന്നുള്ളത്, അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് നേരിടുന്ന പീഡനങ്ങൾ, സൊസൈറ്റിയിൽ നിന്നുള്ള സ്റ്റിഗ്മ ഉണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി മോശമായി കരുതും. അല്ലാതെ ആ പെൺകുട്ടിക്ക് ഈ റോബിൻ എന്ന് പറയുന്ന ഈ പീഡകനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ്, വിവാഹം കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്നല്ല ആ കുട്ടി പറയുന്ന കോടതിക്ക് മുമ്പ്. മറിച്ച് ഈ 2 കാര്യം കൊണ്ട് നിവൃത്തികേടിന്റെ പുറത്താണ് ആ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിനെ മറ്റൊരു ഡൈമെൻഷനിലാണ് നമ്മൾ കാണേണ്ടത്. ഒരു കേസ്, ഒരു ക്രൈം അല്ലെ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്റെയും ഈ ഡിസ്കഷനിലിരിക്കുന്ന മാധുവിന്റെയും എല്ലാ സ്ത്രീകളുടെയും പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു റേപ്പ് കേസിലെ പ്രതി വിവാഹം കഴിച്ചാൽ പ്രശ്നം തീരുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, കോടതികൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, നാളെ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ വിവാഹം കഴിച്ച് പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ഒതുക്കി തീർക്കാം
എന്ന ഒരു സമീപ ഭാവി വിദൂരത്തല്ല എന്നുള്ളത് സ്ത്രീകളായിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് കോടതികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് റേപ്പ് കേസിൽ വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ ഇരയായിട്ടുള്ള ആളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നത് അത് ശിക്ഷ കുറയ്ക്കാനോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യത്തിനും ഒരു ഗ്രൗണ്ടായിട്ട് എടുക്കരുതെന്ന് വ്യക്തമായിട്ട് തന്നെ മറ്റേ സുപ്രീം കോടതിയുടെ ഒബിറ്റർ വിക്ടം, അതായത് പറഞ്ഞു പോകുമ്പോൾ ചോദിക്കുന്ന കാര്യമല്ല, സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ചിന്റെയും 2 അംഗ ബെഞ്ചിന്റെയും വിവിധ ബെഞ്ചുകളുടെ വിധിന്യായങ്ങളിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറയുന്നത്, ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ആ ശരീരത്തിന് നേരെ ഉണ്ടാകുന്ന അതിക്രമം, അവളുടെ മാനത്തിന്മേലുള്ള കടന്നുകയറ്റം, ഇതൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റിന് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിക്ക് ഒരു നല്ലൊരു ഭാവി എന്നുള്ള ഒരു അർത്ഥത്തിലല്ല, മറ്റെന്തൊക്കെയോ സമ്മർദ്ദത്തിന് വിധേയായിക്കൊണ്ട് നിസ്സഹായിയായ ആ പെൺകുട്ടിക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. നാളെ അവളുടെ ഭാവി, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഫ്രോഡ് മാര്യേജ് ആണ്, ഇതൊരു കള്ളത്തരത്തിൽ ഒരു കപട വിവാഹമാണ്. അപ്പോൾ ഈ വിവാഹം കഴിച്ചതിന് ശേഷം പുള്ളി ഈ സൗകര്യപൂർവ്വം ഇവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തന്റെ ഈ പറയുന്ന കളങ്കം കുറച്ചെങ്കിലും ഈ ബാധ്യതകളൊന്നും വരുന്നില്ല ഇന്ദുലേഖ ജോസഫ്, ഈ ബാധ്യതകളൊന്നും വരുന്നില്ല. കാരണം 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1 മാസത്തെ ഇളവ് കൊണ്ട് പുറത്തു വന്ന് വിവാഹം കഴിക്കുമ്പോൾ എന്ത് സുരക്ഷയാണ് അതിനുശേഷം ജയിലടിക്കുള്ളിലേക്ക് പോകുന്ന ഒരാൾക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നത്? നേരത്തെ ശ്രീ പി ജോസഫ് പറയുന്നു ആര് സംരക്ഷിക്കുമെന്ന്. എങ്ങനെയാണ് തടവറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതി സംരക്ഷിക്കുക? അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വന്തം കുഞ്ഞല്ലേ, അല്ലാതെ കൊടുത്തുകൂടെ? അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് കോടതിയിലേക്ക് അപേക്ഷയുമായി ചെല്ലുമ്പോൾ പറയാമല്ലോ, എന്റെ കുഞ്ഞിന്റെ പിതൃത്വം നിയമപരമായി തെളിയിക്കപ്പെട്ടതാണ്, ജീവനാംശം കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല ആവശ്യം വിവാഹമാണ്, വിവാഹത്തിന് വേണ്ടിയുള്ള തടവിലെ ഇളവാണ്. ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ആക്രമിച്ച ഒരു ജീവി ആക്രമിച്ച് അതിക്രൂരമായി ആക്രമിച്ചിട്ട് ആ ആക്രമിച്ച ജീവിക്ക് തന്നെ ഇരയാകാൻ വീണ്ടും ഈ ഇരയെ നിർബന്ധിക്കുന്നതിന് തുല്യമായ ഒരവസ്ഥയാണ് ഇത്. സത്യം പറഞ്ഞാൽ അവരുടെ സ്വന്തമായ അഭിപ്രായമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ പറഞ്ഞു കല്യാണം കഴിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ കോടതി ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേവലം കല്യാണം കഴിക്കുക എന്നൊരു ആംഗിളിലല്ല വന്നിരിക്കുന്നത്. അതായത് ക്രിമിനൽ നടപടിക്രമത്തിൽ സെക്ഷൻ 389 പറയുന്ന പ്രകാരം സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക, അതായത് ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുക എന്ന അപേക്ഷയുമായിട്ടാണ് റോബിൻ ചെന്നത്. അപ്പോൾ ഈ സെന്റൻസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഈ കല്യാണം കഴിക്കാൻ എന്ന ആവശ്യത്തിന് വേണ്ടി സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. ആ പ്രൊവിഷൻ വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ അതിനെപ്പറ്റി ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ലോവർ കോടതി അല്ലെങ്കിൽ താഴത്തെ കോടതി പാസ്സാക്കിയ ജഡ്ജ്മെന്റിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, തനതായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ ശിക്ഷ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ പറയുന്ന വിധിന്യായത്തിനെതിരെ ചൂണ്ടിക്കാണിക്കാൻ അവർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ മൂവ് ചെയ്ത്, ഞാൻ ഇതിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കുന്ന സാധാരണക്കാരായ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക. അതായത് ഇങ്ങനൊരു തെറ്റ് ചെയ്തെങ്കിലും കല്യാണം കഴിച്ചത് പരിഹരിച്ചു എന്ന് പൊടിയിടുക. ശരി, ശ്രീ ലൂസി കളപ്പുരയ്ക്കൽ സിസ്റ്റർ, ഇവിടെ വീണ്ടും ഞാൻ ഉയർന്നൊരു വിഷയം അല്ല, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ഞാൻ സിസ്റ്റർ ലൂസി കളപ്പുരയിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ, ഇപ്പോൾ ഈ കേൾക്കുന്നുണ്ടോ അങ്ങേക്ക്? ഓക്കെ. ഈ റോബിൻ എന്നയാൾ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് അറിയാം. അത് ഏറ്റവും ഒടുവിലാണ്, ആ നിയമവ്യവഹാരത്തിൻ്റെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോഴും ആ കുട്ടിയുടെ ബന്ധുക്കൾ, ഈ അച്ഛനൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് സഭയ്ക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ്. ആ ഭയപ്പാട് ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരച്ഛനും സ്വീകരിക്കാത്ത, ഒരച്ഛനും ഏറ്റുവാങ്ങാൻ കഴിയാത്ത വലിയ കുരിശ് സ്വയം ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാകുന്നത്. ആ ഭയപ്പാട് ഇപ്പോഴും ആ കുടുംബത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കുമല്ലോ അവർ ഈ അവസാന നിമിഷത്തിലുള്ള ഈ നിയമയുദ്ധത്തിലേക്കും പോകുന്നത്. അപ്പോഴും വേണമെങ്കിൽ അവർക്ക് ആവശ്യപ്പെടാവുന്നത് സാമ്പത്തികമായ സഹായമാണ്. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ആവശ്യം ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നില്ല. പകരം എന്താണോ ഈ റോബിൻ എന്നയാൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണോ അയാൾക്ക് അനുകൂലമായി വരുന്നത്, അത് ഏറ്റുപാടാൻ മാത്രമാണ് ഇപ്പോഴും ആ ഇര വിധിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. സുപ്രീം കോടതിന്റെ വിധി
ആം, കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിന്റെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഹർജികൾ തള്ളിക്കളഞ്ഞുകൊണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ സ്ത്രീക്കും അഭിമാനകരമാണ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ നീതി കോടതികളിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിന്റെ ഒരു നിമിഷം കൂടി, ഒരു പ്രത്യാശയുടെ ഒരു അവസരം കൂടി നമ്മുടെയൊക്കെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ വിധിയിലൂടെ. ഇനി എന്നോട് ചോദിച്ചതിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, റോബിൻ എന്ന് പറയുന്ന പുരോഹിതൻ, ഇടവകയുടെ വികാരി അച്ഛൻ എന്നാണ് അദ്ദേഹത്തെ ഇടവകക്കാർ വിളിക്കുന്നത്. അങ്ങനെ ഒരു വികാരി അച്ഛൻ മൂലം ഗർഭം ധരിക്കപ്പെട്ട ഒരു പെൺകുട്ടിയും അവളുടെ കുടുംബവും ഇന്നും അടിമത്തത്തിന്റെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും സുപ്രീം കോടതിനെ തന്നെ ആശ്രയിക്കുവാൻ, ഞങ്ങൾ വിവാഹിതരായിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുക്കുവാൻ പോലും നിർബന്ധിതരായത് ആ അടിമത്തം കൊണ്ടാണ്. അതായത് ഒരു പുരോഹിതനാൽ താൻ ലൈംഗികമായി ബലാത്കാരമായി ഗർഭം ധരിക്കപ്പെട്ടപ്പോൾ അവിടെ മൗനമായി ഇരിക്കേണ്ടി വന്നു. ആ മാതാപിതാക്കളും ആ കുഞ്ഞും, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അവിടെ എന്തുകൊണ്ട് മൗനം ഭജിച്ചു? കാരണം ഇത് ഒരാൾ മാത്രം അടങ്ങുന്ന ഒരു കുറ്റകൃത്യമല്ല. ഈ കുഞ്ഞിനെ അനാഥ ആലയത്തിൽ എത്തിക്കാൻ വേണ്ടി പോലും പരിശ്രമിച്ച ഒരു സംഘം, ഇതൊരു സംഘത്തിന്റെ ഒത്തുകളിയാണ്. കത്തോലിക്ക സഭയിലെ പുരോഹിതർ അടങ്ങുന്ന, കന്യാസ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘം ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ ഇരയെയും അവരുടെ കുടുംബത്തെയും ഇന്നും അടിമത്തത്തിൽ ഇട്ടിരിക്കുകയാണ്. പുരോഹിതനല്ലായിരുന്നു ഈ കുഞ്ഞിന്റെ ഗർഭത്തിന് ഉത്തരവാദിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു അയൽവാസിയോ മറ്റേതെങ്കിലും ഒരു നാട്ടുകാരനോ ആയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ മൗനം ഭജിക്കുമോ? ഒരിക്കലും മൗനം ഭജിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് ദൈവശാപം, ദൈവകോപം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും പാവപ്പെട്ട വിശ്വാസികളെ പുരോഹിതരുടെയും സിസ്റ്റേഴ്സിന്റെയും കുറ്റകൃത്യങ്ങൾ മൂടി വയ്ക്കുവാൻ നിർബന്ധിതരാക്കുകയാണ്. ഒരു തരത്തിൽ അത് അടിമത്തമാണ്. തെറ്റുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബം അന്യം നിന്ന് പോകുമെന്നുള്ള ഉൾഭയത്താലാണ് തന്റെ 16 വയസ്സുള്ള പെൺകുഞ്ഞ് ഗർഭവതി ആയപ്പോൾ പോലും ആ മാതാപിതാക്കന്മാരും മൗനം ഭജിച്ചത്. സ്വന്തം അപ്പനെ പിതൃത്വം ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാർ മൗനം ഭജിച്ചത്? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പൗരോഹിത്യത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടായിരിക്കും ആ കുടുംബം അവിടെ മൗനം ഭജിച്ചത്? ഇനി ഇത്തരത്തിലൊരു തീരുമാനം, ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം, ഒരു ഹർജിയിലേക്ക് ആ കുട്ടിയെ നയിച്ചതിന്റെ കാരണം എന്തായിരിക്കും? ആ കുട്ടിയെയും അവരുടെ മാതാപിതാക്കളെയും ആരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ദിശാബോധത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? പി ജോസഫിനെ പോലെയുള്ള, നേരത്തെ പറഞ്ഞ സഹോദരനെ പോലെയുള്ള വ്യക്തികളാണെങ്കിൽ അവരെ പോലെയുള്ളവരാണ് ഈ റോബിനെ പോലെയുള്ളവരെ വളരാൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ പറയുക. വളരെ നീചമായ ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള. എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ പുരോഹിതനല്ല വേറൊരാളായിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ ജോസഫ് ചേട്ടൻ, ഞാൻ ചോദിക്കട്ടെ, ഈ മാനുഷികമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനുഷികത പുരോഹിതന്മാർക്ക് മാത്രം വിട്ടുകൊടുക്കാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ ഒരു കപ്പ്യാര്, ഒരു പാവപ്പെട്ട കപ്പ്യാര്, അവരുടെ കുടുംബവുമായിട്ട് ആ വികാരി അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം കുത്തി കൊല ചെയ്യപ്പെട്ടു. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെയും പുറത്തേക്ക് കൊണ്ടുവരണ്ടേ? അവർക്കുമില്ലേ പെൺമക്കള്, അവർക്കില്ലേ ഭാര്യ? അതുപോലെ എത്ര സാഹചര്യങ്ങൾ. അങ്ങനെയാണ് കുറ്റവാളികൾ ഈ ലോകത്ത് ആരും ഉണ്ടാകുകയല്ലോ. എല്ലാവരും പശ്ചാത്തലിച്ചിങ്ങ് പോന്നാൽ മതിയല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കാൻ. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നീചമായിട്ട് പ്രേരിപ്പിച്ച് ചതിച്ച് ബലാത്കാരമായി ഒരു കുഞ്ഞ് ഗർഭം ധരിപ്പിച്ചതിന് ശേഷം, എന്നിട്ട് 20 വർഷം അല്ല 60 വർഷം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് നിങ്ങളെ പോലെയുള്ളവര് ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് അല്ല, ആ ന്യായീകരണത്തിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, സഭ പുറത്താക്കുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ, അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ, അദ്ദേഹത്തിന് ആവശ്യമായ മാനസികമായ പിന്തുണ നൽകാനൊക്കെ ആളുകൾ ഉണ്ടാവുകയാണ്. അവർക്ക് അദ്ദേഹം ഒരു മുൻ വൈദികനായിരുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയാനും സാധിക്കുന്നുണ്ട്. സഭയ്ക്ക് എന്താണ് ഇതിൽ ഉത്തരവാദിത്തം എന്ന് ചോദിക്കുകയാണ്. അതാ നോക്കൂ, ഇതൊരു മുൻ വൈദികനാണ്. സഭയ്ക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള സ്റ്റേക്കുമില്ല, സഭയ്ക്ക് താല്പര്യങ്ങളില്ല എന്ന് പറയുന്നു. വൈദികർക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോടതി വേണ്ടി വരുമല്ലോ? വൈദികർക്ക് വേണ്ടി മാത്രം? ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവർക്കും തുല്യ നീതിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുമാരി ലൂസിയെ ആണെങ്കിൽ
അതുകൊണ്ടോ അദ്ദേഹം സംബോധന ചെയ്യുന്നത് കണ്ടില്ലേ? ഹൈക്കോടതിയുടെ ഓർഡർ ഇവിടുന്ന് പോകാൻ മഠത്തിന് പോകാൻ പോകുന്നുണ്ടോ? നിങ്ങളെ പോലുള്ള ന്യായീകരണ തൊഴിലാളികളാണ് ഈ ഈ സമൂഹത്തിന്റെ ശാപം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ പോലുള്ള ന്യായീകരണ തൊഴിലാളികൾ, വീണ്ടും ഞാൻ പറയുകയാണ്, ഈ സമൂഹത്തിന്റെ ശാപമാണ്. അന്തസ്സുള്ള ഒരു രാജ്യത്തിലെ നിങ്ങളെ പോലുള്ള സഭയ്ക്കെതിരെ തെരുവിളിക്കാൻ ഇറങ്ങി കിടക്കുന്ന നിങ്ങളെപ്പോലൊരു എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് ജോസഫ് സാറിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, പുരോഹിതന്മാർക്ക് പ്രത്യേക കോടതിയില്ല. ഉദാഹരണം ഞാൻ പറയാം, എന്നോട് ചോദിച്ചവരോട് ഞാൻ പറയാം, ഈ കാര്യത്തിൽ ഞാൻ ഉള്ള ഒരു ഇടവകയിലെ തന്നെ ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു പുരോഹിതൻ, ആ കുടുംബത്തിലുള്ളവർ പറഞ്ഞതാണ്, ആ പുരോഹിതൻ വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ളത്. ആ കുടുംബം മൗനം ഭജിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികളെ ഈ രീതിയിൽ ആഴ്ത്തി നിർത്തുന്നതും അവർക്ക് സൗകര്യമായ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യത്തിലാണ് സിസ്റ്റർ മറുപടി പറഞ്ഞത്. ഞാൻ രണ്ടുപേരിലേക്ക് ആശ, അതായത് ഈ കുട്ടിയുടെ പിതൃത്വം തനിക്കല്ല എന്ന് തെളിയിക്കാൻ വിചാരണ കോടതിയിൽ കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കണം നിയമപരമായി എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് തേടുന്നത്. ആ ഇളവ് അനുവദിച്ചു കൊടുക്കാൻ എന്തായാലും സാധിക്കുന്നില്ല. ഹൈക്കോടതിയിലേക്ക് പോകാൻ പറയുന്നു. ഹൈക്കോടതി ഒരു തവണ ഈ ആവശ്യം നിഷേധിച്ചതാണ്. പക്ഷെ അന്ന് ഇരയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ത് തീരുമാനം എടുക്കാൻ കഴിയും? എന്തൊക്കെ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക്? നോക്കൂ, ഇവിടെ ഹൈക്കോടതിയിലേക്ക് തിരിച്ചു വരട്ടെ കേസ്. എന്തായാലും കേരള ഹൈക്കോടതിയിൽ നമുക്ക് വീണ്ടും വിശ്വാസം അർപ്പിച്ച് തീർച്ചയായും ഈ കേസിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കാം. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞത് സാങ്കേതികത കാരണം കൊണ്ട് കേട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു മാധു. തീർച്ചയായും ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ പ്രതി തന്നെ കുട്ടിയെ കല്യാണം കഴിക്കട്ടെ, അപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെടുമല്ലോ എന്ന് പറയുന്നത് വളരെ നീചമാണ്. അങ്ങനെ പറയാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടുത്തെ സ്ത്രീ സംഘടനകൾ, സ്ത്രീകൾ തയ്യാറാകുമോ? ഞാൻ തയ്യാറാണ്, എന്നെപ്പോലെ നൂറുകണക്കിന് സ്ത്രീകൾ തയ്യാറാണ്, സ്ത്രീ സംഘടനകൾ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ സർക്കാരിനെയും തയ്യാറാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് ഒന്നാമത് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ലീഗാലിറ്റി, മൊറാലിറ്റി, പിന്നെ ഹ്യൂമാനിറ്റി, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നേരത്തെ അദ്ദേഹം സംസാരിച്ചത്. നോക്കൂ, ഈ ലീഗാലിറ്റിയും മൊറാലിറ്റിയും ആർക്ക് വേണ്ടിയാണ്? ഈ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയല്ലേ? ആ ഹ്യൂമാനിറ്റി അല്ലേ പറയുന്നത് കൊന്ന പാപം തിന്നു തീർക്കാമെന്ന് പറയുന്നത് പോലെയാണോ? ബലാത്സംഗം ചെയ്ത് കുറ്റം തീർക്കാനായിട്ടാണോ? ക്രിസ്ത്യാനിറ്റിയിലെ മരുന്നാണോ അത് കല്യാണം കഴിക്കാം എന്നുള്ളത്? അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് പരമോന്നത നീതിപീഠം പറഞ്ഞാലും തെറ്റായിട്ട് നിയമത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് എതിരായിട്ട് നിയമത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്കെതിരായിട്ട് നിയമത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ശബ്ദമുയർത്താൻ, അതിനെതിരെ വിമർശിച്ച് പറയാൻ, ആ നിയമത്തെ തള്ളി പറയാൻ, പുതിയ നിയമം കൊണ്ടുവരാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായത് കൊണ്ടാണ് ഒരുപാട് ആചാരങ്ങളും ദുരാചാരങ്ങളും എടുത്തു കളഞ്ഞതും ഇന്ന് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ട് മനുഷ്യർ ജീവിക്കാൻ സാധിക്കുന്നതും. എന്നിട്ടും ഈ നാട്ടിൽ ഇത്രമേൽ ക്രൈം നടക്കുകയാണ്. നോക്കൂ, കുട്ടികളുടെ നിറയെ നടക്കുന്ന ഈ അതിക്രമം, 4000-ലേറെ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ നാട്ടില്. ഈ ഒരു നിയമം ഇങ്ങനെ വന്നുകൊണ്ട് കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്താൽ ഈ നാട്ടിലെ നിയമത്തെ തന്നെ വെല്ലുവിളിക്കല്ലേ? ജുഡീഷ്യറിയെ വെല്ലുവിളിക്കല്ലേ? ഇവിടുത്തെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കല്ലേ? UN ട്രീറ്റിയിൽ ഒപ്പുവെച്ച് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞ പരമാധികാര രാജ്യമായ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ ഉറപ്പ് പറയുന്ന ഇവിടുത്തെ ജനങ്ങൾക്കുള്ള നൈതികത, ഇതെല്ലാം ആര് തരും? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയത്ത് ഇദ്ദേഹം ഇരുന്ന് പറഞ്ഞത് മദ്രസയിൽ പീഡനം നടക്കുന്നില്ലേ, അമൃതാനന്ദമയി മഠത്തിൽ പീഡനം നടക്കുന്നില്ലേ? ഉണ്ടാകാം, നടക്കട്ടെ. നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിയമം കയറി ഇറങ്ങണം. എങ്ങനെയാണോ ഡീഫ്രോക്ക് ചെയ്ത ഈ റോബിൻ എന്ന മനുഷ്യനെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് 60 വർഷത്തെ ശിക്ഷ കൊടുത്തത്, ചോദ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന എസ് എ ബോബ്ഡെ ചോദിച്ചില്ലേ എന്ന ആ ചോദ്യം, നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ എന്ന് അങ്ങനെ വഴിവെക്കാൻ പാടുണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ അത് തിരുത്തേണ്ട ആവശ്യമില്ലേ? ഈ പറയുന്ന സുപ്രീം കോടതി എസ് എ ബോബ്ഡെക്ക് ശേഷവും അവശേഷിക്കുന്നുണ്ടല്ലോ. ഇത്തരം കേസുകൾ വീണ്ടും പരിഗണനയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ പോലും പാടില്ലായിരുന്നു എന്ന് തിരുത്തി പറയേണ്ടതല്ലേ?
തിരുത്തി പറയേണ്ടതാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തിരുത്തി പറഞ്ഞു. നോക്കൂ, ബോംബെ ഹൈക്കോടതി ശരീരത്തിന്റെ മുകളിൽ തുണിയുണ്ടെങ്കിൽ അവിടെ സ്പർശിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, പുരോഗമനവാദികളുടെ ഭാഗത്തുനിന്ന്, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള റേസ് ചെയ്ത വോയിസിന്റെ ഭാഗമായിട്ടാണ് അത് ഇന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വിധിന്യായം. അപ്പൊ അതുപോലെ നമ്മുടെ വോയിസുകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നോക്കൂ, നമ്മുടെ നാട്ടിലെ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾക്ക് സുഗമമായി ജീവിക്കാനാണ്. അല്ലാതെ കൊന്നവന്റെ പാപം തിന്നു തീർക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി പറയാനുള്ളത്, ഈ പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിക്കുണ്ടായ കുഞ്ഞിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് തയ്യാറാക്കിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എനിക്ക് സാധിക്കും. ഈ നാട്ടിലെ നീതിയിൽ വിശ്വസിക്കുന്ന, ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ മൊറാലിറ്റിയും ലീഗാലിറ്റിയും വളരെ കൃത്യമായി പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ് എന്ന് ഞാൻ പറയുന്നു. മതഗ്രന്ഥങ്ങളുടെ മൊറാലിറ്റി അല്ല. ക്രിസ്ത്യാനിറ്റിക്ക് മറ്റൊരു മൊറാലിറ്റി, ഇസ്ലാമിന് മറ്റൊരു മൊറാലിറ്റി, ഹിന്ദുത്വത്തിന് മറ്റൊരു മൊറാലിറ്റി എന്ന് പറയാൻ ശരിയാകില്ല. ഇന്ത്യ എന്ന രാജ്യം ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണെങ്കിൽ മൊറാലിറ്റി ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീക്ക് അല്ലെങ്കിൽ പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് എഴുതി വെച്ചെടുത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം. അവിടെ ഒരു കുട്ടിക്ക് ലീഗലായ ഒരു അച്ഛനുണ്ടെങ്കിൽ മാത്രമേ പ്രായപൂർത്തിയായ, ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുന്ന പെൺകുട്ടിക്ക് ആ കുട്ടിയെ അധ്വാനിച്ച് വളർത്താൻ പോരാ, അച്ഛൻ എന്ന ഒരു തണലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന ഈ ടീച്ചിങ്ങുകൾ വരുന്നത്. അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കോടതിയിലേക്ക് പോകുന്നത്. അതുമാത്രമാണ് അവർക്ക് മുന്നിൽ തെളിയുന്ന ആശയങ്ങൾ. എങ്ങനെയാണ് ആ കുട്ടിക്ക് ഭയരഹിതമായി നീതി ആവശ്യപ്പെടാൻ കഴിയുന്നത് എന്നുള്ളതാണ്. നോക്കൂ, അത് തെറ്റാണ്. എൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടി ഇതുപോലെ ഗർഭിണിയായി വന്ന ഒരു കുട്ടിക്ക്, ബലാത്സംഗത്തിൽ ഗർഭിണിയായി വന്ന കുട്ടി പ്രസവിച്ച സമയത്ത് അച്ഛൻ്റെ കോളം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ അച്ഛൻ്റെ കോളം എഴുതാതെ അമ്മയുടെ മാത്രം പേര് എഴുതിക്കൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് എന്ത് തടസ്സമാണുള്ളത്? ഈ നാട്ടിലെ ഏത് നിയമമാണ് അച്ഛൻ്റെ കോളം ഫില്ല് ചെയ്താലേ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛനും അമ്മയും അറിയാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ അമ്മയുടെയും കോളം നിങ്ങൾ എന്താണ് എഴുതാറുള്ളത്? ശരിയാണ്. അടുത്ത 16 വയസ്സ് മുതൽ ഈ ലോകത്തിൽ തിരിച്ചറിവ് വന്ന് ജീവിക്കേണ്ട പ്രായം മുതൽ ഇത്തരം വലിയ കുഴികളിലേക്ക് വീണുപോയ, ചുറ്റും വെളിച്ചമില്ലാതെ ഇരുട്ടിലേക്ക് മാത്രം വീണുപോയ ഒരു പെൺകുട്ടിക്ക് ചുറ്റും ഉയരുന്ന ആശയങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയാണ് ആ കുട്ടിക്ക് ഭയരഹിതമായ ജീവിതത്തെ അതിജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നീതി ചോദിച്ചു ചെല്ലാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും.